ഗോ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്റെ കൃഷികളാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ തക്കാളി നിന്ന് തുടങ്ങാം. ഈ തക്കാളി എനിക്ക് വളരെ പ്രിയപ്പെട്ടതും നല്ല ടേസ്റ്റുമാണ് ഈ തക്കാളി കഴിച്ചത്. പിന്നെ തക്കാളികളിൽ ഇടയിൽ കുറച്ച് കാക്കപ്പൂവുകൾ സുന്ദരിമാരായി നിൽക്കുന്നു. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. പിന്നെ എന്റെ മുളക് ചെടിയാണ് വഴുതിന. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു വൈദ്യനൊക്കെ ഗൈസ് ഇടയ്ക്ക് കുഞ്ഞു വൈദ്യന. പിന്നെ കുറെ പൂവ് ഉണ്ടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതെവിടെയും ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളുടെ പയർച്ചെടികളാണ് ഇതൊക്കെ ഞാൻ മൊട്ടടിച്ച് വെച്ച പോലെയാണ്. കാരണം ഇവിടെ പുൽശല്യം നല്ലോണമുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇലകളൊക്കെ പോയി. ഇനി ഇത് ഇതേപോലെ തളിർത്ത് വരണം ഗൈസ്. അവിടെ ഒരു പയറുണ്ടായിട്ടുണ്ട്. ഒരുപാട് പയറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ വിളവൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ നമ്മുടെ പച്ചക്കറിയിലെ മെയിൻ സംഭവമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതൊക്കെ ഗൈസ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായ വെള്ളരിയാണ് കേട്ടോ ഗൈസ്. ഇത് കണിവെള്ളരിയാണ് കേട്ടോ ഗൈസ്. ഇത് ഇവിടെ കണിവെള്ളരി എടുത്തതിന് ശേഷം കറി വെച്ചതിന് ശേഷം നമ്മൾ വിത്തിട്ടിട്ടുണ്ടായ കണിവെള്ളരിയാണ് കേട്ടോ ഗൈസ്. ഇവിടെ കണിവെള്ളരി ആദ്യം ഇതേപോലെ കുറെ ഉണ്ടായ ടൈമിൽ മയില് വന്ന് കൊത്തി തിന്നതാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മളുടെ മയിലൊന്നും തിന്നാത്തൊരു കുഞ്ഞിക്കുട്ടൻ ഗൈസ് ഇവിടെയും ഉണ്ട് കേട്ടോ ഗൈസ്. പയറുകൾ ഇവിടെയും ഉണ്ട്. ഇത് മൂത്ത് വിത്താക്കാൻ വേണ്ടി വെച്ചതാണ് ഗൈസ്. ഇത് അവിടെയും ഉണ്ട്. ഇത് വലിയ പയറാണ് കേട്ടോ. ഈ വെള്ള കളറിൽ സുന്ദരിമാരായി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് നമ്മളുടെ സ്വന്തം അമര. ഇത് ഉപ്പേരി വെച്ച് പിടിച്ചാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇവിടെയും ഉണ്ട് കുറച്ച് അമരകൾ ഉണ്ടായി വരുന്നു. ചെറുതൊക്കെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കോവക്ക കാണാം. ഇതൊക്കെ ഗൈസ് എന്ത് സുന്ദരിമാരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന്റെ മേലെ ചായപ്പണി ചെയ്തു വെച്ച പോലെ ഡിസൈനും ഉണ്ട് ഗൈസ്. ഈ പാട്ട് നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. എന്ത് രസമാണ് ഈ കുഞ്ഞു വാവുകളെ കാണാൻ. ഗൈസ്, നിങ്ങൾ ഈ പച്ച സുന്ദരിയെ കണ്ടോ? എന്ത് രസമാണ്. ഇതാണ് നമ്മുടെ സ്വന്തം പച്ചച്ചീര. ഇത് നമ്മളുടെ ഈ വെള്ള വെറൈറ്റി ആയിട്ടുള്ള വെള്ള മുളകാണ്. ഈ ചോപ്പ് തുടുത്തു നിൽക്കുന്ന ഈ മുളകിനെ നമ്മൾ വിത്താക്കി മാറ്റാൻ വേണ്ടി നിർത്തിയതാണ്. കുറേ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്കൊക്കെ ആയിട്ട്. ഇതിലും ഉണ്ട് കുറേ. ഇവിടെ തോന്നുന്നു ഗൈസ്. പിന്നെ ഇത് ഇവിടെയും ഉണ്ട് ഒരു ചുവപ്പ് മുളക്. ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്, കുറേ ഉണ്ട്. നമുക്ക് ഇത് ഇലേൻ്റെ അടിയിലായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നല്ലോണം നോക്കി കണ്ടുപിടിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. ഇതാണ് നമ്മുടെ സ്വന്തം നാട്ടുമാവ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂത്ത് നിൽക്കുന്നത് കാണാൻ. ഇതിന് വളരെ രുചിയാണ് കേട്ടോ നാട്ടുമാങ്ങയ്ക്ക്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ചൊരങ്ങ. ഇത് ഞാൻ പുൽശല്യം കാരണം ഇതിനും ഞാൻ കുറെ ഇല മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് തീവണ്ടികളെ നിങ്ങൾ കണ്ടോ? നമ്മളുടെ ചെടികളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. ഇതിൽ കുറച്ച് വത്തക്കയുടെയും വെള്ളരിയുടെയും കക്കിരിയുടെയുമാണ് വിത്തുകൾ ഉള്ളത്. ഇത് നമ്മൾ വിത്ത് മുളപ്പിച്ച് വന്നതാണ്. നെക്സ്റ്റ് വീഡിയോ
വരുന്നവരെ ലെറ്റ്സ്